പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ സുബൈദ പാലത്ത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഹാജറ ബീവിയെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയാണ്. ഇസ്ലാമിലെ മഹത്തായ സ്ത്രീകളിൽ ഒരാളായ ഹാജറ ബീവി അവർ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഭാര്യയും മറ്റൊരു പ്രവാചകനായ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ മാതാവുമാകുന്നു. ഹാജറ ബീവിയുടെ ജീവിതം വിശ്വാസത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒരു ഉജ്ജ്വല ഉദാഹരണമാണ്. ഹാജറ ബീവിയെയും മകൻ ഇസ്മായിലിനെയും മക്കയിലെ ശൂന്യമായ ഒരു പ്രദേശത്ത് ഉപേക്ഷിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം പോവുകയാണ്. പോകുന്ന പോക്കിൽ ഹാജറ ബി ചോദിക്കുന്നു, താങ്കൾ എങ്ങോട്ടാണ്? മറുപടിയില്ല. വീണ്ടും ചോദിക്കുന്നു, താങ്കൾ എങ്ങോട്ടാണ്? മറുപടിയില്ല. താങ്കൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണോ പോകുന്നത് എന്ന ചോദ്യത്തിന് അതെ എന്ന മറുപടി ലഭിച്ചു. അതോടെ വിജനമായ ആ മക്കയിൽ ഭക്ഷണമോ വെള്ളമോ ഇല്ലാത്ത ആ പ്രദേശത്ത് താനും കുഞ്ഞും തനിച്ചായിരിക്കുമ്പോൾ അവർ അള്ളാഹുവിൽ പൂർണ്ണമായും വിശ്വാസം വെച്ചു. അവർ തീരെ നിരാശപ്പെട്ടില്ല. കുഞ്ഞിന് ദാഹം വന്നപ്പോൾ ഹാജറ ബീവി സഫയിലേക്കും മർവയിലേക്കും 7 പ്രാവശ്യം വെള്ളത്തിന് വേണ്ടി വെള്ളം തേടിക്കൊണ്ട് ഓടി. അവരുടെ പരിശ്രമവും തവക്കുലും കണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസം വെള്ളം പിറവിയാക്കി. ഹാജറ ബീവി ഒരു മാതാവെന്ന നിലയിൽ മാത്രമല്ല, ഒരു വിശ്വാസിയായ സ്ത്രീയുടെ ഒരു ശക്തിയുടെ ഒരു മാതൃക കൂടിയാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഇന്ന് ജീവിതത്തിൽ പല പ്രയാസങ്ങളും നേരിട്ടേക്കാം. അപ്പോൾ നാം ഹാജറ ബീവിയെ ഓർക്കണം. അവരുടെ മനക്കരുത്ത് നാം നമ്മിൽ ഉണ്ടാക്കിയെടുക്കണം. ഇന്നും അവരുടെ ഓർമ്മക്കായി മുസ്ലിമീങ്ങൾ മക്കയിൽ ഹജ്ജിനും ഉംറയ്ക്കും പോകുമ്പോൾ സഫയിലൂടെയും മർവയിലൂടെയും സഅയ് നടത്തുകയാണ്. അവരുടെ ജീവിതം നമുക്കൊരു മാതൃകയായി മാറട്ടെ. അവരെപ്പോലെ അടിയുറച്ച വിശ്വാസമുള്ള സഹോദരിമാരിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. എല്ലാ പരീക്ഷണങ്ങളിലും വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.